പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം മിനി ലോറി നിരവധി വാഹനങ്ങൾ ഇടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ഒരു ഇന്നോവ, 2 പെട്ടിയോട്ടോ എന്നിവ ഇടിച്ച് തകർക്കുകയായിരുന്നു. പാലക്കാട് ദിശയിലുള്ള ടോൾ കഴിഞ്ഞ ശേഷമാണ് അപകടം സംഭവിച്ചത്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വടക്കഞ്ചേരിയിലെ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്താണ് ഈ അപകടം. മിനി ലോറി വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 6 പേർക്ക് പരിക്കേറ്റു. വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത്. ഒരു ഇന്നോവയിലേക്കും 2 പെട്ടിയോട്ടോ ഉൾപ്പെടെയുള്ളവയിലേക്കും ഇടിച്ച് കയറുകയായിരുന്നു. ആളപായം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. പക്ഷേ വലിയ അപകടമാണ് എന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഗോകുൽ VS നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? എപ്പോഴായിരുന്നു ഈ അപകടം? മുൻപാണ് ഈ അപകടം ഉണ്ടായത്. പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് മിനി ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും 4 വാഹനങ്ങളിലേക്ക് ഇടിക്കുകയുമായിരുന്നു. ഭാഗ്യം കൊണ്ട് തന്നെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പ്രാഥമികമായുള്ള പരിശോധനയിൽ ഒന്നും തന്നെ ആർക്കും കാര്യമായ പ്രശ്നങ്ങളില്ല. ഇനി മറ്റ് സ്കാനിംഗ് പോലുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുശേഷം മാത്രമേ അതിൽ കൂടുതൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ വലിയൊരു അപകടമാണ് ഉണ്ടായത്. കാരണം ഒരു മിനി ലോറി നിയന്ത്രണം വിടുകയും ഏകദേശം 4 വാഹനത്തെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് വാഹനങ്ങളിലാണോ ഇടിച്ചതോ സമീപത്ത് സൈഡിൽ നിർത്തിയിട്ട വാഹനങ്ങളിലായിരുന്നോ ഇടിച്ചത്? ഈ പരിക്കേറ്റ എല്ലാവരും വാഹനത്തിന് ഉള്ളിലുണ്ടായിരുന്നവരാണോ? പരിക്കേറ്റ എല്ലാവരും വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ്. ഈ വാഹനം ഇടിച്ചത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലാണ് തട്ടിയത്. അത് ഈ പറയുന്ന ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായും സംശയിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ ഈ പാലക്കാട് ഭാഗത്തേക്ക് ലോറി വരുന്നു, മിനി വാൻ വരുന്നു. അതിനിടയിൽ വെച്ചാണ് ടോൾ പ്ലാസ കഴിഞ്ഞതും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നതും ഈ വാഹനങ്ങളുടെ പിൻഭാഗത്തേക്ക് ഇത് ഇടിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഭാഗ്യം കൊണ്ട് വഴിയരികിലുള്ള ആരുടെയും ശരീരത്തിലും വാഹനം തട്ടിയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ഭീതിതമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി എന്നത് വ്യക്തമാകുന്നുണ്ട്. സമീപത്തെ വഴിയോര കച്ചവടമാണെന്ന് തോന്നുന്നു. അവിടെ സാധനങ്ങളെല്ലാം അലങ്കോലമായി കിടക്കുന്നു. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആ നിലയിൽ കച്ചവടം നടത്തിയ ആളുകൾ, അങ്ങനെയൊക്കെ വലിയ അലങ്കോലമായി കിടക്കുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മാത്രമല്ല ഇന്നോവയുടെ പിൻഭാഗമാകെ തകർന്നു പോയിരിക്കുന്നു. മിനി ലോറി നിയന്ത്രണം വിട്ട് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആളപായം ഉണ്ടായില്ല എന്നത് വലിയ ആശ്വാസകരമാണ്. അതേസമയം ഇപ്പോൾ 6 പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് എന്ന വിവരം കൂടിയാണ് ഗൂഗിൾ നൽകുന്നത്. വലിയൊരു അപകടമായിരുന്നു. 2 പെട്ടിയോട്ടോ തകർന്ന സ്ഥിതിയിലാണ്. ഒരു ഇന്നോവ കാർ അതും തകർന്ന അവസ്ഥയിലാണ്. നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്താണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം എന്താണ് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്യുന്നത്?